നന്മയുള്ള ലോകം നമുക്ക് വേണ്ടിയുള്ളതാണെങ്കിൽ അതിൽ ചിലർ മാത്രമായിരിക്കും നേരിന്റെ വഴി തെളിച്ചവർ. ആ നേരിന്റെ പാതയിലൂടെ വഴി നടന്നവർ പലരും ഇന്ന് ചരിത്രത്താളുകളിൽ ഇടം പിടിച്ചു കഴിഞ്ഞു. ഒരു പുരുഷൻ ചെയ്യുന്ന ജോലിക്കുമപ്പുറം സ്ത്രീക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് ലോകത്തിന് കാണിച്ചു നൽകുകയായിരുന്നു കോട്ടയം ഏറ്റുമാനൂരിലെ അർച്ചന വിമൻസ് സെന്റർ. ഒരുപാട് സ്വപ്നങ്ങൾ കാണുക, അത് നേടാൻ പഠിപ്പിക്കുക. സമൂഹത്തിനു വേണ്ടി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതിനുമപ്പുറം കരുത്തുറ്റ സ്ത്രീ സൗഹൃദങ്ങളിലൂടെ നല്ല സമൂഹം കെട്ടിപ്പടുത്തുക. സഹകരണപരവും സുതാര്യവുമായ ആശയവിനിമയത്തിലൂടെ മികവുറ്റ സ്ത്രീ സംരംഭങ്ങൾക്ക് തുടക്കമിടുക എന്നീ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് ദി ഒബ്ലേറ്റ് മിഷണറീസ് ഓഫ് മേരി ഇമാക്കുലേറ്റ് അഥവാ OMMI സന്യാസസഭാ അംഗമായ മിസ് ത്രേസ്യാമ്മ മാത്യുവാണ് കേരളത്തിൽ ഇത്തരമൊരു വലിയ മുന്നേറ്റത്തിന് തിരിതെളിച്ചത്. 2004 അർച്ചന വിമൻസ് സെന്ററിന് തുടക്കം കുറിക്കുന്നത്. സ്ത്രീകൾ വളരെ വ്യത്യസ്തമായ തൊഴിൽ മേഖലകളിലേക്ക് കടന്നു വരുവാൻ ഇടയാക്കിക്കൊണ്ട്, പ്രത്യേകിച്ചും നിർമ്മാണ മേഖലകളിൽ വൈദഗ്ധ്യമുള്ള തൊഴിലാളികളാക്കി അവരെ മാറ്റിക്കൊണ്ട് വലിയ ഒരു ജനവിപ്ലവമായിരുന്നു അന്ന് തുടങ്ങി വെച്ചത്. അത് ഇവിടെയും അർച്ചനയിലൂടെയും അത് തുറന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇവിടുത്തെ 1500ഓളം സ്ത്രീകളെ ഈ മേഖലകളിലേക്ക് കൊണ്ടുവരുവാനും നൈപുണ്യമുള്ളവരാക്കുവാനും അങ്ങനെ ജീവിതത്തിൻ്റെ വിവിധ തുറകളിൽ വളരെ വ്യത്യസ്തമായ വ്യക്തിത്വം പതിക്കുവാനും അവർക്ക് അവസരമുണ്ടാക്കി കൊടുത്തുകൊണ്ട് നിരവധി അവാർഡുകളൊക്കെ മേടിക്കാൻ തക്ക വിധം ഇന്ത്യയുടെ തന്നെ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളുടെ തന്നെ ശ്രദ്ധ പിടിച്ചു പറ്റിക്കൊണ്ട് ഞങ്ങളുടെ സ്ത്രീകൾ പ്രവർത്തന നിരതരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ട്രെയിനിങ് സെൻറ്റർ തന്നെ ഈ വനിതാ മേസ്ത്രിമാരും കാർപ്പൻ്റർമാരും പ്ലംബർമാരും ഒക്കെ ചേർന്ന് പണിത് ഉയർത്തിയ ഒരു 5000-ലധികം സ്ക്വയർ ഫീറ്റുള്ള ഒരു കെട്ടിടമാണ്. ഇന്നും അർച്ചനയുടെ ജൈത്രയാത്ര തുടരുകയാണ്. അത് ഏകദേശം 6000ഓളം സ്ത്രീകളുടെ സംഘങ്ങളിലൂടെ ശക്തിയാർജിച്ചുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിറ്റി ആക്ഷൻ ഗ്രൂപ്പുകൾ എന്ന ഗ്രൂപ്പുകളിലൂടെ വളർന്നുകൊണ്ടിരിക്കുന്ന സ്ത്രീ ശക്തിയാണ്. സ്ത്രീകൾക്ക് അസാധ്യമായി ഒന്നുമില്ല. ഏതൊരു തൊഴിൽ രംഗത്തും സ്ത്രീക്ക് എത്തിപ്പിടിക്കാൻ സാധിക്കുമെന്ന് തെളിയിച്ച അർച്ചന വിമൻസ് സെന്ററിന്റെ പ്രവർത്തനങ്ങൾക്ക് 20 ആണ്ട് തികയുന്നു. നൂറുകണക്കിന് വ്യത്യസ്ത സംരംഭങ്ങളിലൂടെ സ്ത്രീകളെ കൈപിടിച്ചുയർത്താൻ അർച്ചനയ്ക്ക് സാധിച്ചുവെന്നതും അഭിമാന നേട്ടമായി കാണാം. കൽപ്പണിക്കാർ മുതൽ ആശാരിയായും വെൽഡിംഗ് രംഗത്തും പ്ലംബിങ്ങും വയറിങ്ങുമെല്ലാം വളയിട്ട കൈകൾക്ക് വഴങ്ങുമെന്ന് അർച്ചന കേരളത്തിന് കാണിച്ചു കൊടുത്തു. സീഡുമണിയൊക്കെ കിട്ടി, അങ്ങനെ കാര്യങ്ങളൊക്കെ പോകണം. ഞങ്ങൾ അതിലേറെ സന്തോഷത്തിൽ അർച്ചനയിൽ നിന്നും ആണ് ഞങ്ങൾക്ക് ഇതിന് വേണ്ട എല്ലാ സപ്പോർട്ടും കിട്ടുന്നത്. കൂടാതെ കുറച്ച് കോൺഫിഡൻസും കൂടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ചേർത്ത് പിടിച്ചു. ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന സമയത്തായിരുന്നു അർച്ചനയുടെ സഹായത്തോടെ നമുക്ക് ഈ ബേക്കറി ഇടാനും ഒരു ജീവിതമാർഗം കിട്ടുകയും ചെയ്തു. കണ്ടില്ലേ, അടുക്കളയിൽ നിന്നും അരങ്ങത്തെത്തിയവരുടെ മനസ്സിലെ സന്തോഷങ്ങൾ, പ്രാരാബ്ധങ്ങളോട് പടപൊരുതി തന്നിലെ വേറിട്ട കഴിവുകളെ കണ്ടെത്തി അതിൽ പരിശീലനം നൽകി പ്രവൃത്തി പദത്തിലെത്തിക്കാൻ കൂട്ടുനിന്നവരെ അവർ ഓർക്കുകയാണ്. വിവിധ പരിശീലന പരിപാടികൾക്കൊപ്പം ബൗദ്ധിക അവബോധത്തിലൂടെയും കഴിവുകളുടെ വികേന്ദ്രീകരണത്തിലൂടെയും സ്ത്രീകളെ ശാരീരികമായും മാനസികമായും ആത്മീയമായും ശാക്തീകരിക്കുന്നതിൽ കാണിച്ച അർച്ചനയുടെ പ്രവർത്തനങ്ങൾ വിലമതിക്കുന്നതിലും അപ്പുറമാണ്. പാരമ്പര്യേതര തൊഴിലുകൾക്കപ്പുറം പുരുഷൻ മാത്രം കൈവച്ചിരുന്ന തൊഴിലുകളിൽ പരിശീലനം നൽകി സ്ത്രീയുടെ അത്തരം കഴിവുകളിൽ വൈദഗ്ധ്യം നേടുന്നതിനോടൊപ്പം അവരെ സാമൂഹിക അടിമത്തത്തിന്റെ പിടിയിൽ നിന്ന് മോചിപ്പിക്കുവാൻ ഇതുവഴി സാധിച്ചു. അതോടൊപ്പം ഈ കഴിവുകൾ നടപ്പിലാക്കുന്നതുവഴി ദാരിദ്ര്യത്തിന്റെയും അതിന്റെ അനന്തരഫലങ്ങളുടെയും വേരുകൾക്കെതിരെ പോരാടാൻ അവരെ പ്രാപ്തരാക്കി. AWC നൽകുന്ന പരിശീലനങ്ങൾ സ്ത്രീകൾക്ക് ലിംഗഭേദം വഹിക്കുന്ന പങ്ക് മനസ്സിലാക്കാനും അവരുടെ ദൈനംദിന ജീവിതത്തിലും ജോലിയിലും ലിംഗസമത്വം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആവശ്യമായ അറിവും കഴിവുകളും നേടാനും സഹായിച്ചു. ലിംഗസമത്വത്തിനായുള്ള പരിശീലനം എല്ലാവർക്കും തുല്യ മനുഷ്യാവകാശങ്ങൾക്കായുള്ള പ്രതിബദ്ധത നിറവേറ്റുന്നതിന്റെ ഭാഗമാണ്. അർച്ചന വിമൻസ് സെന്റർ. സമൂഹ നന്മയ്ക്കായി അവർ ഒത്തുചേർന്നു, ഒടുവിൽ ഒത്തുപിടിച്ചു. അങ്ങനെ ചരിത്രത്താളുകളിൽ ഇടം പിടിച്ചു. ആവേശം ചോരാതെ, കൈവിടാതെ, ആത്മവിശ്വാസത്തോടെ ഇനിയും മുന്നോട്ട്.